നമ്മൾ അരിതമെറ്റിക് സീക്വൻസ് ഫോക്കസ് ഏരിയയിലെ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ ആണല്ലോ ചെയ്തത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താ ഉള്ളത്? റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 5. നാച്ചുറൽ നമ്പേഴ്സ് അറിയാം, 1 2 3 4 5 എന്നുള്ള അങ്ങനെ പോകുന്ന നമ്പേഴ്സിനെയാണ് എന്താ പറയുക? നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞത്. ഈ നാച്ചുറൽ നമ്പേഴ്സിലെ 5ന്റെ മൾട്ടിപ്പിൾ numbers which are multiple of 5. Multiple of 5 എന്ന് പറഞ്ഞ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 5, 1 into 5, 5, 2 into 5 എന്ന് പറഞ്ഞത് 10, 3 into 5, 15, 4 into 5, 20, എക്സെട്ര. അങ്ങനെ പോകും. 4 ടൈം എഴുതിയാൽ മതി, എക്സെട്ര. ഇതാണ് നാച്ചുറൽ നമ്പേഴ്സിലെ 5ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞത്. ഇതൊരു അരിതമെറ്റിക് സീക്വൻസ് ആണ്. 5 ആഡ് ചെയ്തിട്ടാണല്ലോ ഓരോ ടേംസും കിട്ടുന്നത്. തുടർച്ചയായ 2 ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ 5 ആണ് അല്ലെ? കോമൺ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഇതൊരു അരിതമെറ്റിക് സീക്വൻസ് ആണ്. നമുക്ക് എഴുതാൻ പറഞ്ഞ സീക്വൻസ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 5 അല്ലെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? ബി എന്നുള്ള ക്വസ്റ്റ്യൻ. ബി പാർട്ട് വരുന്നത് റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്ലൈഡ് ബൈ 5 ആൻഡ് സബ്സ്ട്രാക്ട് 2 ഫ്രം ദം. എന്നിട്ട് 2 മൈനസ് ചെയ്യാൻ. അപ്പോൾ 5ന്റെ ഫസ്റ്റ് മൾട്ടിപ്പിൾ 5 ആണ്. 5 2 മൈനസ് ചെയ്താൽ 3 എന്ന് വരും അല്ലേ. 5ന്റെ സെക്കൻഡ് മൾട്ടിപ്പിൾ 10 ആണ്. 10 2 മൈനസ് ചെയ്താൽ 8 എന്ന് വരും. അതേപോലെ 5ന്റെ തേർഡ് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 15. 15 2 മൈനസ് ചെയ്താൽ 13 എന്ന് വരും അല്ലേ. 13. അതേപോലെ 20ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 18 എക്സെട്ര. ഈ സീക്വൻസ് ആണ് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്ലൈഡ് ബൈ 5 ആൻഡ് സബ്സ്ട്രാക്ട് 2 ഫ്രം ദം. അതിലെ തേർഡ് ക്വസ്റ്റ്യൻ ചെക്ക് വെദർ ദ സീക്വൻസ് ഒബ്റ്റൈൻഡ് എബവ് ഈസ് എൻ അരിതമെറ്റിക് സീക്വൻസ് ഓർ നോട്ട്. അരിതമെറ്റിക് ആണോ എന്ന് അറിയണമെങ്കിൽ അത് തമ്മിലുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് കോമൺ ആണോ നോക്കണം അല്ലെ. 8 മൈനസ് 3 സെക്കൻഡ് ടേം നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്താൽ 5 ആണ് വരുന്നത്. അതേപോലെ തന്നെ തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം മൈനസ് ചെയ്താലും എന്താ വരിക? 13 മൈനസ് 8 5 ആണ് വരുന്നത്. അതേപോലെ ഫോർത്ത് ടേമിൽ നിന്ന് 18ൽ നിന്ന് തേർഡ് ടേം മൈനസ് ചെയ്താലും 18 മൈനസ് 30 എന്ന് പറഞ്ഞത് 5 തന്നെയാണ് അല്ലേ. എന്നാൽ ദ സീക്വൻസ് 3, 8, 13, 18 ഹാവ് കോമൺ ഡിഫറൻസ്. അതിനൊരു കോമൺ ഡിഫറൻസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് ആൻ അരിതമെറ്റിക് സീക്വൻസ്. അതെന്താണ്? ഒരു അരിതമെറ്റിക് സീക്വൻസ് ആണ്. കോമൺ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് അതൊരു അരിതമെറ്റിക് സീക്വൻസ് ആണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെവൻത് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് 1. 1ൽ എൻഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സ്. 1ൽ എൻഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞത് ഫസ്റ്റ് നമ്പർ നാച്ചുറൽ നമ്പർ 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ 1ൽ തന്നെ എൻഡ് ചെയ്യണത്. 2, 3, 4, 5 ഒന്നും 1ലല്ല എൻഡ് ചെയ്യുന്നത്. 10 എന്ന് പറഞ്ഞത് 0ലാണ് എൻഡ് ചെയ്യുന്നത്. പിന്നെ 1ൽ എൻഡ് ചെയ്യുന്ന നമ്പർ എന്ന് പറഞ്ഞത് 11 ആണ്. 11 എന്നുള്ള നമ്പർ എൻഡ് ചെയ്യുന്നത് 1ലാണ്. പിന്നെ 12, 13, 14 ആവുന്ന വരില്ല, 1ലല്ലല്ലോ എൻഡ് ചെയ്യുന്നത്. പിന്നെ 1ൽ എൻഡ് ചെയ്യുന്ന നെക്സ്റ്റ് നമ്പർ നാച്ചുറൽ നമ്പർ എടുത്താൽ 21 ആണ് വരിക. അത് കഴിഞ്ഞാൽ 31 എക്സെട്ര അങ്ങനെ പോകും. അപ്പൊ ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 എന്ന് പറഞ്ഞത്. ഇനി അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ബി പാർട്ട്. ചെക്ക് വെദർ ദ സീക്വൻസ് ഒബ്റ്റൈൻഡ് എബവ് ഈസ് എൻ അരിതമെറ്റിക് സീക്വൻസ് ഓർ നോട്ട്. ഇപ്പൊ മുമ്പ് കിട്ടിയ സീക്വൻസ് 1, 11, 21, 31 എക്സെട്ര എന്നുള്ള ഈ സീക്വൻസ്, ഇതിന് സീക്വൻസ് എന്ന് പറയാൻ കാരണം ഇതിനൊരു ഡെഫിനിറ്റ് ഓർഡർ ഉണ്ട്. അതാണ് സീക്വൻസ് പറഞ്ഞത്. ഈ സീക്വൻസ് ഒരു അരിതമെറ്റിക് സീക്വൻസ് ആണെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു സീക്വൻസ് അരിതമെറ്റിക് സീക്വൻസ് ആവണമെങ്കിൽ അതിന് കോമൺ ഡിഫറൻസ് വേണം. അപ്പൊ ഇവിടെ നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടാൽ 11 മൈനസ് 1 ഈക്വൽ ടു 10 ആണ്. അതേപോലെ 21 തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, 21 മൈനസ് 11 അതും 10 ആണ് വരുന്നത്. അതേപോലെ 31 മൈനസ് 21 എന്ന് പറഞ്ഞത് എന്താണ്? ഈക്വൽ ടു 10 ആണ്. അപ്പോൾ ദ ഗിവൺ സീക്വൻസ് ആസ് എ കോമൺ ഡിഫറൻസ് 10 ഉള്ള ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്.
സോ ഇറ്റ് ഈസ് ആൻ അരിതമെറ്റിക് സീക്വൻസ്. അതാണ് കൺക്ലൂഷൻ ആയിട്ട് എഴുതേണ്ടത്. ഈ തന്ന സീക്വൻസിന് ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ട് അതൊരു അരിതമെറ്റിക് സീക്വൻസ് ആണ്. അതിലെ 8th ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 2 or 7. 2ൽ എൻഡ് ചെയ്യുന്നതും പരിഗണിക്കാം, അല്ലെങ്കിൽ 7ൽ എൻഡ് ചെയ്യുന്ന നമ്പറും നാച്ചുറൽ നമ്പറും നമുക്ക് സീക്വൻസിൽ പരിഗണിക്കാൻ പറ്റും. അപ്പൊ 2ൽ എൻഡ് ചെയ്യുന്ന ആദ്യത്തെ നമ്പർ 2 തന്നെയാണ്. 2ൽ എൻഡ് ചെയ്യുന്ന ആദ്യത്തെ നമ്പർ എന്ന് പറഞ്ഞത് 2 ആണ്. പിന്നെ അടുത്തത് 7ൽ എൻഡ് ചെയ്യുന്ന ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞത് 7 ആണ്. 2 or 7 ആണ്. പിന്നെ 8, 9, 10 ഒന്നും 2ലും 7ലും അല്ല എൻഡ് ചെയ്യുന്നത്. പിന്നെ 11 2ലും 7ലും അല്ല. 12 എന്ന് വരുമ്പോൾ 2ലാണ് എൻഡ് ചെയ്യുന്നത്. 13, 14 ഒന്നുമില്ല. പിന്നെ ഏതാ വരുന്നത്? 7ൽ എൻഡ് ചെയ്യുന്ന നമ്പർ അടുത്തത് 17. പിന്നെ വരുന്ന നമ്പർ ഏതാണ്? 17 കഴിഞ്ഞാൽ 18, 19, 20, 21 അത്രയില്ല. 22 എന്ന് പറയുമ്പോൾ 2ലാണ് എൻഡ് ചെയ്യുന്നത്. പിന്നെ അടുത്ത നമ്പർ 7ൽ എൻഡ് ചെയ്യുന്നത് വരിക 27. അപ്പൊ ഇതാണ് എ എന്നുള്ള ക്വസ്റ്റ്യന്റെ സീക്വൻസ്, എൻഡിങ് 2 or 7 എന്ന് പറഞ്ഞത്. ഇനി അതിലെ ബി പാർട്ട് എന്താണ്? ചെക്ക് വെദർ ദ സീക്വൻസ് ഒബ്റ്റൈൻഡ് അബോവ് ഈസ് എൻ അരിതമെറ്റിക് സീക്വൻസ് ഓർ നോട്ട്. അപ്പൊ അരിതമെറ്റിക് സീക്വൻസ് കാണണമെങ്കിൽ കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. 7 minus 2 എന്ന് പറഞ്ഞത് 5 ആണ്. അതേപോലെ 12 minus 7 എന്ന് പറഞ്ഞതും 5 ആണ് വരുന്നത്. അതേപോലെ 17 minus 12 എന്ന് എടുത്താലും ഡിഫറൻസ് എത്ര വരിക? 5 എന്നാ വരിക അല്ലേ? 17. ഈ 22 minus 17 എടുത്താലോ? 22 minus 17 എന്ന് എടുത്താൽ എത്ര വരിക? 5 ആണ് വരിക അല്ലേ? 17നോട് 5 ആഡ് ചെയ്തല്ലേ 22 വരിക? 5 എന്നാ വരിക. അപ്പൊ ഈ ഒരു സീക്വൻസിന് എന്തുണ്ട്? കോമൺ ഡിഫറൻസ് ഉണ്ട്. The given sequence has a common difference, so it is an arithmetic sequence. അപ്പൊ ഇതാണ് ഈ 8th ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരിക. ഇനി 9th ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നത്? റൈറ്റ് ആൻ അരിതമെറ്റിക് സീക്വൻസ് ഓഫ് ഫസ്റ്റ് ടേം 7 ആൻഡ് കോമൺ ഡിഫറൻസ് 4. ഫസ്റ്റ് ടേം 7ഉം കോമൺ ഡിഫറൻസ് 4ഉം ആയിട്ടുള്ള ഒരു അരിതമെറ്റിക് സീക്വൻസ് ചെയ്താനാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം എ എന്ന് എടുക്കുക, x1 എന്ന് എടുക്കുക, ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇപ്പൊ x1 എടുക്കുകയാണെങ്കിൽ x1 എന്ന് പറഞ്ഞത് 7 ആണ്. അതിന്റെ കോമൺ ഡിഫറൻസ് d എന്ന് പറഞ്ഞത് 4 ആണ് എന്നുള്ളത്. അപ്പൊ ഈ കണ്ടീഷൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു അരിതമെറ്റിക് സീക്വൻസ് ആണ് എഴുതേണ്ടത്. അപ്പോൾ 7 ഫസ്റ്റ് ടേം. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടല് 7 എന്നാ കിട്ടുക അല്ലെ? x1 = 7. സെക്കൻഡ് ടേം എങ്ങനെ കിട്ടുക? x2 കിട്ടണമെങ്കിൽ ഫസ്റ്റ് ടേമിനോട് കൂടെ x1നോട് കൂടി കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. x1 + d = എന്താ വരിക? x1 + d എന്ന് പറഞ്ഞാൽ 7 + 4. 7 + 4 എന്ന് പറയുമ്പോൾ 11 എന്ന് കിട്ടും അല്ലെ? 11. തേർഡ് ടൈം എന്താണ്? x2 എന്ന് പറഞ്ഞത്. x2 രണ്ട് രീതിയിൽ പറയാം. x2 എന്ന് പറഞ്ഞത് ഒന്നുകിൽ ഇപ്പൊ x1 x2 നമുക്ക് കിട്ടി, ഇനി x3 ആണ് കിട്ടേണ്ടത് അല്ലെ? x3 രണ്ട് രീതിയിൽ പറയാം. എങ്ങനെയൊക്കെ പറയാം? x2നോട് d ആഡ് ചെയ്യാന്ന് പറയാം, അല്ലെങ്കിൽ x1നോട് കൂടെ 2 times d ആഡ് ചെയ്യാന്ന് പറയാം. ഈ രണ്ട് രീതിയിൽ പറഞ്ഞാലും സെയിം ആൻസറാ കിട്ടുക. ഒന്നെങ്കിൽ സെക്കൻഡ് ടേമിനോട് കൂടി കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഫസ്റ്റ് ടേമിനോട് കൂടെ 2 times കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞത് 7 ആണ്. 7നോട് കൂടെ എന്ത് ചെയ്യണം? 2 times എന്ന് പറഞ്ഞാൽ 2 into കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാണ്? 4 അല്ലേ? അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരിക? 7 + 8. 7 + 8. 7 + 8 എന്ന് പറഞ്ഞാൽ 15 വരും. അപ്പോൾ ഫസ്റ്റ് ടേം ആയി, സെക്കൻഡ് ടേം ആയി, തേർഡ് ടേം ആയി അല്ലേ? ക്ലിയർ അല്ലേ? ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ റൈറ്റ് ആൻ അരിതമെറ്റിക് സീക്വൻസ് ഓഫ് ഫസ്റ്റ് ടേം 7 ആൻഡ് കോമൺ ഡിഫറൻസ് 4. ഒരു ടേമും കൂടെ എഴുതുകയാണെങ്കിൽ എങ്ങനെ വരിക? x3 കഴിഞ്ഞു, ഇനി x4 എഴുതുകയാണെങ്കിൽ എങ്ങനെ വരിക? x4 നമുക്ക് രണ്ട് രീതിയിൽ പറയാം. എങ്ങനെ പറയാം? x3നോട് കൂടെ വേണമെങ്കിൽ d ആഡ് ചെയ്യാം,
അല്ലെങ്കിൽ x1നോട് കൂടെ 3 ടൈംസ് ഡി ആഡ് ചെയ്യാം. 3 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാം. അപ്പോൾ എന്താ വരിക? x1 എന്ന് പറഞ്ഞത് 7 പ്ലസ് 3 ടൈംസ് കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 4 4 ഇൻറ്റു 3 ഇങ്ങനെ ചെയ്താലും കറക്റ്റാണ്. അപ്പോൾ ഈക്വൽ ടു എന്താ വരിക? 7 പ്ലസ് 12 എന്ന് പറയുമ്പോൾ 19 ആൻസർ കിട്ടും അല്ലേ? 7 പ്ലസ് 12 എന്ന് പറഞ്ഞത് 19. അപ്പോൾ ഇവിടുത്തെ അരിതമെറ്റിക് സീക്വൻസ് എന്താണ്? അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞത് അരിതമെറ്റിക് സീക്വൻസ് ഫസ്റ്റ് ടേം 7, സെക്കൻഡ് ടേം x2 നമുക്ക് കിട്ടിയത് 11, തേർഡ് ടേം നമുക്ക് കിട്ടിയത് എത്രയാണ്? x1 പ്ലസ് 2d കണ്ടപ്പം 7 പ്ലസ് 8 എന്ന് പറഞ്ഞത് 15. ഫോർത്ത് ടേം കണ്ടപ്പോൾ കിട്ടിയത് എന്താണ്? x1 പ്ലസ് 3d കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 19 എക്സെട്ര. ഇതാണ് ഈ അരിതമെറ്റിക് സീക്വൻസ്. അപ്പോൾ ഇതിലെ സെക്കൻഡ് പാർട്ട് എന്താണ്? ബി പാർട്ട് എന്താ വരുന്നത്? ബി പാർട്ട് എന്ന് പറഞ്ഞത് വാട്ട് ഈസ് ഇറ്റ്സ് 11th ടേം? 11th ടേം എന്താണെന്ന്. ഇതിൽ 11th ടേം എന്താ? x11 എന്ന് പറഞ്ഞത് x11 ഈക്വൽ ടു x1 പ്ലസ് 10d എന്ന് കൊടുത്താൽ മതി. x1 പ്ലസ് 10d എന്താണ്? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്നോ അല്ലെങ്കിൽ x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്നോ അങ്ങനെ ജനറൽ ഫോർമുല വരിക. അപ്പോൾ x1 പ്ലസ് 10d എന്ന് പറയുമ്പോൾ എന്താ കിട്ടുക? 7 പ്ലസ് 10 ഇൻറ്റു ഡി 10 ഇൻറ്റു 4 അല്ലേ? അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 7 പ്ലസ് 40 എന്ന് വരും. 7 പ്ലസ് 40 എന്ന് പറഞ്ഞാൽ 47. അപ്പോൾ ആൻസറായി 47. അപ്പോൾ ഇതിലെ ബി പാർട്ടായി. 11th ടേം നമ്മൾ കണ്ടെത്തി. ഇനി അതിൻ്റെ തേർഡ് പാർട്ട് സി. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? Can the difference between any two terms of this sequence be 100? Why? ഇതിൽ ഏതെങ്കിലും രണ്ട് ടേംസ് എടുത്താൽ 100 വരുമോ? അപ്പോൾ ഇതിൽ ഏതെങ്കിലും ടേംസ് എടുത്താൽ 100 വരുമോ എന്ന് പറയണമെങ്കിൽ ഇതിലുള്ള ടേംസുകളുടെ ഡിഫറൻസ് എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ ഇവിടെ സെക്കൻഡ് ടേം ഒന്ന് ഫസ്റ്റ് ടേം നമ്മൾ മൈനസ് ചെയ്താൽ എത്ര വരിക? ഈക്വൽ ടു 4 എന്നാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് 4 ആണ്. ഫസ്റ്റ് ടേമും 7, സെക്കൻഡ് ടേം 11. അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ വലിയ നമ്പറിന് ചെറിയ നമ്പർ കുറയ്ക്കുക. ഡിഫറൻസ് 11 7 മൈനസ് ചെയ്താൽ 4 ആണ് വരുന്നത്. അതേപോലെ ഫസ്റ്റ് ടേമും തേർഡ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ എന്താ വരിക? 15 മൈനസ് 7. ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് തേർഡ് ടേംസ്. 15ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 15 മൈനസ് 7 എന്ന് പറഞ്ഞാൽ 8 ആണ് വരിക അല്ലേ? ശരിയല്ലേ? 15 മൈനസ് 7 എന്ന് പറഞ്ഞാൽ 8. ഇതാണ് ഫസ്റ്റ് ടേമും തേർഡ് ടേമും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ 19 മൈനസ് 7 എന്ന് പറഞ്ഞാൽ 12 ആണ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഈ ഡിഫറൻസുകൾ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ ഇവിടെ വന്ന ഡിഫറൻസ് 4 ആണ്, ഇവിടെ വന്ന ഡിഫറൻസ് 8 ആണ്, ഇവിടെ വന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞത് 12 ആണ്. അപ്പോൾ ഈ ഡിഫറൻസുകൾ എന്താണ്? ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 8. അപ്പം നമുക്ക് എന്ത് പറയാം? ഡിഫറൻസസ് ആർ എങ്ങനെ വരുന്നത്? മൾട്ടിപ്പിൾ ഓഫ് 8 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 8 അല്ല, മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലേ? 4ന്റെ മൾട്ടിപ്പിൾ ആണ് 4, 8, 12 എക്സെട്ര എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ തന്ന ഡിഫറൻസ് ഉണ്ടല്ലോ, നമുക്ക് ചെക്ക് ചെയ്യാൻ തന്ന ഡിഫറൻസ് 100 എന്ന് പറഞ്ഞത്, ഈ 100 ഒരു 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്തായിരിക്കും? ടേമുകളുടെ ഡിഫറൻസ് ആയിട്ട് 100 വരും. ഈ 100 4ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ടേമുകളുടെ ഡിഫറൻസ് ആയിട്ട് 100 വരില്ല. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് 100 4ന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലേ എന്നുള്ളതാണ്. അപ്പോൾ 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. എന്നാൽ റിമൈൻഡർ 0 ആണെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന മൾട്ടിപ്പിൾ ആവുമല്ലോ. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10ൽ 4 2 ടൈംസ് പോകും അല്ലേ? 8 ബാലൻസ് 2
അടുത്ത 0 എഴുതിയാൽ 20, 20ൽ 4 5 ടൈംസ്, 5 into 4 20, റിമൈൻഡർ എത്ര വരുന്നത് 0. അപ്പോൾ ഈ 100 എന്ന് പറഞ്ഞത് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. 100 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. 100 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. സോ എന്ത് പറയാ? 100 can be difference between any two terms. 100 can be difference between any two terms. ഏതെങ്കിലും രണ്ട് ടേമുകൾ തമ്മിൽ ഡിഫറൻസ് ആയിട്ട് 100 വരാം. അതിനുള്ള റീസൺ എന്താ വെച്ചാൽ 100 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. മൾട്ടിപ്പിൾ ഓഫ് 4 കിട്ടിയത് നമ്മൾ ഡിഫറൻസ് കാണുമ്പോൾ ആ ഡിഫറൻസ് എന്ന് പറഞ്ഞത് എന്താണ്? ഡിഫറൻസസ് എന്ന് പറഞ്ഞത് 4ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട്. ഇതിലെ 10th ക്വസ്റ്റ്യൻ, write an arithmetic sequence of first term 10. ഫസ്റ്റ് ടേം 10 എന്ന് പറഞ്ഞാൽ x1 ഈക്വൽ ടു 10. x1 10 ആണ്. പിന്നെന്താ? x1 10, കോമൺ ഡിഫറൻസ് 6, കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു 6 ആണ്. ഇതിന്റെ അരിതമെറ്റിക് സീക്വൻസ് ചെയ്താനാണ്. അപ്പൊ അരിതമെറ്റിക് സീക്വൻസ് ചെയ്യുമ്പോൾ സെക്കൻഡ് ടേം നമുക്ക് എങ്ങനെ കിട്ടുക? x2 എന്ന് പറഞ്ഞത് x1 കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം, x1 പ്ലസ് ഡി. x1 പ്ലസ് ഡി എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 10 പ്ലസ് 6. 10 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 16 എന്ന് വരും, 16. ഇനി തേർഡ് ടൈം എന്താ? x2. x2 എന്നുള്ളത് x1 ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നതാണ് ഏറ്റവും നല്ലത്. x1 പ്ലസ് 2d അല്ലേ? x1 പ്ലസ് x2 കണ്ട് x3 അല്ലേ? x3 എന്ന് പറഞ്ഞത് x1 പ്ലസ് 2d. x1 പ്ലസ് 2d എന്ന് പറയുമ്പോൾ എന്താ വരിക? x1 അറിയാം 10 ആണെന്ന്, 2 into 6 പ്ലസ് 2 into 6. 2 into 6 എന്ന് പറഞ്ഞാൽ 12 അല്ലേ? 10 പ്ലസ് 12 ഈക്വൽ ടു 10 പ്ലസ് 12 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? 10 പ്ലസ് 12 22. 22. നമുക്കൊരു ടേമും കൂടെ കാണാം. അപ്പോൾ x3 അല്ല വേണ്ടത്, x4. x4 എന്താണ്? x4 ഈക്വൽ ടു x1 പ്ലസ് 3d. x1 പ്ലസ് 3d എന്ന് വരും അല്ലേ? x1 പ്ലസ് 3d. x1 പ്ലസ് 3d എന്ന് പറയുമ്പോൾ എത്രയാണ് ആൻസർ വരുന്നത്? x1 അറിയാം 10 ആണെന്ന്. 3 into d എന്ന് പറയുമ്പോൾ എത്രയാ? 3 into d എന്ന് പറഞ്ഞത് 6 ആണ്. 6 അല്ലേ? 3 into 6. അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 10 പ്ലസ് 18 ഈക്വൽ ടു 28. 28 എന്ന് അല്ലേ? അപ്പോൾ അതൊരു സീക്വൻസ് ആക്കി എഴുതുമ്പോൾ എങ്ങനെ വരിക? അരിതമെറ്റിക് സീക്വൻസ്. അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞത് എന്തായിരിക്കും? ഫസ്റ്റ് ടേം 10, സെക്കൻഡ് ടേം നമുക്ക് കിട്ടിയത് എത്രയാണ്? 16 അല്ലേ? സെക്കൻഡ് ടേം കിട്ടിയത് 16. തേർഡ് ടേം കിട്ടിയത് എത്രയാ? തേർഡ് ടേം ഇവിടെ x3 കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 22 അല്ലേ? 22. ഫോർത്ത് ടേം കിട്ടിയത് 28. ഇങ്ങനെ പോവും, എക്സെട്ര. ഇങ്ങനെ പോവും അരിതമെറ്റിക് സീക്വൻസ്. വാട്ട് ഈസ് ഇറ്റ്സ് 8th ടേം എന്നുള്ളത് എങ്ങനെ ആൻസർ കിട്ടുക? വാട്ട് ഈസ് ഇറ്റ്സ് 8th ടേം? 8th ടേം എന്ന് പറഞ്ഞാൽ x8. x8 എന്തായിരിക്കും? ഫോർമുല x1 ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ x1 പ്ലസ് 7 into d എന്നാണ് വരിക. 7 into d. x1 പ്ലസ് 7 into d. അപ്പോൾ x1 ഇപ്പോൾ നമുക്കറിയാലോ എത്രയാണ്? 10 പ്ലസ് 7 into d യും അറിയാം. d ഈക്വൽ എത്രയാണ്? 7 into d എന്ന് പറഞ്ഞത് 6, which is equal to 10 plus 42 അല്ലേ? അപ്പോൾ എത്രയായിരിക്കും? 52 എന്ന് വരും. 42 ഈക്വൽ ടു 52. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയില്ലേ? എന്താ തേർഡ് ക്വസ്റ്റ്യൻ? സി, can the difference between any two terms of this sequence be 54? അപ്പോൾ ഇതിലെ ടേംസുകൾ ഇപ്പോൾ നമുക്കറിയാം. അരിതമെറ്റിക് സീക്വൻസ് ഫസ്റ്റ് ടേം അറിയാം, സെക്കൻഡ് ടേം തേർഡ് ടേം ഒക്കെ അറിയാം. ആ ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 16 മൈനസ് 10. എത്രയാണ്? 16 മൈനസ് 10 എന്ന് പറഞ്ഞത് 6 ആണ്. അതേപോലെ ഫസ്റ്റ് ടേമും തേർഡ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് തേർഡ് ടേം 22 മൈനസ് 10.
22 മൈനസ് 10 എന്ന് പറഞ്ഞാൽ 12 ആണ്. അതിലെ ഫസ്റ്റ് ആൻഡ് ഫോർത്ത് എടുക്കാം. എന്താ വരിക? 28 മൈനസ് 10. 28 മൈനസ് 10. 28 മൈനസ് 10 എന്ന് പറഞ്ഞാൽ 18 വരും അല്ലേ? 18. അപ്പോൾ ഇവിടെ ഈ ഡിഫറൻസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെ വരിക? ഡിഫറൻസ് മാത്രം എടുത്ത് കൺസിഡർ ചെയ്താൽ ഡിഫറൻസുകൾ എങ്ങനെ വരുന്നത്? ആ ഡിഫറൻസ് മാത്രം പരിഗണിക്കുമ്പോൾ എങ്ങനെ വരുന്നത്? ഫസ്റ്റ് ഡിഫറൻസ് 6 ആണ്. രണ്ടാമത് വന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞത് 12 ആണ്. മൂന്നാമത് വന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 18 അങ്ങനെ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6. ഡിഫറൻസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 6 ആണ്. അപ്പോൾ ഈ തന്ന നമുക്കത് ചെക്ക് ചെയ്യാൻ പറഞ്ഞ ഈ ടേം 6ന്റെ ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്താണ്? 54 ഈസ് എ ടേം എന്ന് പറയാം. അത് 6ന്റെ മൾട്ടിപ്പിൾ അല്ല എങ്കിൽ 54ന്റെ ടേമും അല്ല. ഇങ്ങനെ 6ന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലയെന്ന് ചെക്ക് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും വരിക? 56 ഡിവൈഡഡ് 52 അല്ലേ? സോറി 54. 54 ഡിവൈഡഡ് ബൈ 6ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം അല്ലേ? 9 ടൈംസ് പോകും. 54 9 ടൈംസ് അല്ലേ വരുന്നത്? 9 into 6 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 54 തന്നെയാണ് വരിക അല്ലേ? 54. ഇപ്പൊ റിമൈൻഡർ എത്രയാണ്? 0 എന്നാണ് വരുന്നത്. റിമൈൻഡർ 0 ആണ് വരുന്നത് അല്ലേ? ക്യാൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഓഫ് ദിസ് സീക്വൻസ് ബി 54 എന്ന് പറഞ്ഞാൽ 54നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ്. സോ 54 എന്ത് പറയാ? 54 ക്യാൻ ബി എന്താണ്? ടേംസ് അല്ലേ? അതിനുള്ള റീസൺ എന്താണ്? ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 6 എന്നായതുകൊണ്ട് 6ന്റെ മൾട്ടിപ്പിൾ ആണ് 54 എന്ന് പറഞ്ഞത്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.